ഞാൻ കൊച്ചിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കണ്ടല്ലോ, ഇതൊക്കെ തന്നെ കൊച്ചിന്റെ കാര്യം. കൊച്ചിനെ നോക്കാൻ ആർക്കും പറ്റില്ല, എല്ലാം കൂടെ എന്റെ തലയിലാ. കൊച്ചെന്ന് പറഞ്ഞ വെള്ളൊറ്റൊക്കെ ഒന്ന് ചെല്ലോ. അല്ല അതെന്താ അവന്തി അങ്ങനത്തെ ഒരു ടോക്ക്? അത് മനസ്സിലായില്ല. എങ്ങനത്തെ ഒരു ടോക്ക്? അല്ല ഈ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കാം, അവന്തി ഫ്രീ ഉള്ള സമയത്ത് അവന്തിക്ക് നോക്കൂടെ? വെറുതെ ചാരുവിന് മാത്രം ഇങ്ങനെ നമ്മള് അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ലോ. എന്ത് ശരിയല്ല? ഹോസ്പിറ്റലിൽ ഒരു ലോഡ് ജോലി ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, അത് കഴിഞ്ഞിട്ട് കൊച്ചിനെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതാ അവന്തി പറഞ്ഞത് ന്യായം. എടാ നീ ആലോചിച്ച് നോക്ക്, അവള് രാവിലെ ഹോസ്പിറ്റലിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് വീട്ടിൽ വന്ന് ഇവിടെയും പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ലോജിക്കും ഇല്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ അല്ലേ? അതെന്താ ഇമ്പോസിബിൾ? ഞാൻ കാര്യം ചോദിച്ചിട്ട് അവളെന്ത് ജോലി ചെയ്ത് നിൽക്കുന്ന? ചാരുവിന് അവളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കൊച്ചിനെ മാത്രം നോക്കിയിരിക്കും, രാവിലെ രാത്രി കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. അതൊന്നും സംസാരമുള്ള നിനക്കത് തെറ്റി. എന്റെ പൊന്നളിയ, ചാരുവിനെ എടുത്ത് പറയാൻ ഒരു ജോലി ഇല്ലല്ലോ, ചുമ്മയല്ലേ ഇരിക്കണേ. ജോലി ഇല്ലെന്ന് ആര് പറഞ്ഞു? നമുക്ക് ജോലി ഇല്ലെന്ന്. അവൾ അറിയപ്പെടുന്നത് ജോലിക്കാരിയാണ്. എന്തിന്റെ? അവള് മറ്റേ സിനിമയില് മറ്റേ ക്യാമറ ആളാണ്. അവൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നീ എന്തിനാ പറയണം അങ്ങനെ സംസാരം തോന്നുന്നു? എടാ ഐ ആം ടെല്ലിംഗ് ദ ട്രൂത്ത് മാൻ. എടാ നീ അവളുടെ അവസ്ഥ ആലോചിച്ചോക്ക. ആ ക്ലിനിക്കില് അല്ലേ പോയി ഹാർഡ് വർക്ക് ചെയ്ത് വരുന്ന ഒരാളെ ഇങ്ങനെയൊക്കെ പറയുന്നു. നാണം ഇല്ലേ നിനക്ക്? നാണം ഇല്ലേ? എന്തൊന്നും ഹാർഡ് വർക്ക്? നീ കുറെ നേരമായല്ലോ. നീ ആ പെണ്ണുങ്ങളെ കാണുമ്പോൾ നിനക്ക് പണ്ടുള്ള സുഖം തൊട്ടം തരണോ? നീ പിന്നെ എന്തൊരു അവർക്ക് ജോലിയുണ്ട്. നീ എന്തോ നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം സോൾവ് ഞങ്ങൾക്കറിയാം. മൂന്നാമത് നാലാമത് ഒരാളുടെ ആവശ്യമില്ല. സത്യം. നിങ്ങൾക്ക് എന്തിനാ കേടാ? നിനക്ക് വേണ്ടി ഞാൻ ഒരു തടി ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് ആരും ആവശ്യമില്ല. മിണ്ടരുത്. ആയിക്കൊണ്ടിരുന്നോ? അവർക്കൊണ്ട് അടി ഉണ്ടാക്കി നമ്മളാരായിപ്പോ? ശശി കൊച്ചു കിടന്ന കാര്യം പോകാനാ പറഞ്ഞേ. എന്തേ പോവയല്ലേ?